ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെയ്റ്റ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയായിട്ട് നമ്മൾ യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റ് എന്ന് പറഞ്ഞൊരു വാക്കായിരുന്നു അല്ലേ. എല്ലാ മലയാളി യൂട്യൂബേഴ്സ് അടക്കം റോക്കറ്റിൻ്റെ പിന്നാലായിരുന്നു. അതായത് നമ്മളെ റോക്കറ്റ് അടുപ്പ്. എന്താണെന്ന് വെച്ചാൽ ഓരോ സമയത്ത് ഓരോ ട്രെൻഡാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നതും കൂടുതൽ ആളുകൾക്ക് സജഷൻസ് വരുന്നതും അത്തരം വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ യൂട്യൂബേഴ്സും ആ ഒരു വീഡിയോ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. സ്വാഭാവികമായിട്ട് ഞാനും അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ വീട്ടിൽ ഇഷ്ടിക ഒരു 10-30 എണ്ണം വേണം. അപ്പോൾ അതില്ലായിരുന്നു സംഭവം. അപ്പോൾ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു, ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്കിപ്പോൾ ഈ ഉള്ള സാധനം വെച്ചിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ 2 മൂലകോടുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, ഒരു ശ്രമം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 4 ഇഞ്ച് ഫ്രണ്ടിലേക്ക് ഗ്യാപ്പ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ 4-5 ഇഞ്ച് ഫ്രണ്ടിലേക്ക് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഈ ഒരു ഓടിനെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം നമ്മുടെ ആ ഒരു ഓടിൻ്റെ പകുതിയോളം ആഴം വരുന്ന രീതിയിലുള്ള ഒരു കുഴിയാണ് ഇവിടെ കുഴിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിറക് വെക്കുന്ന ആ ഭാഗത്തുകൂടി കുറച്ചും കൂടി നമ്മൾ മണ്ണ് കുറച്ച് നീളത്തിൽ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്ര സിമ്പിളായിട്ടുള്ളൊരു അടുപ്പ് നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ പറയും 3 കല്ല് വെച്ച അടുപ്പായില്ലേന്ന്. പക്ഷെ ആ 3 കല്ല് വെച്ചാൽ ഉണ്ടാക്കണ ആ ഒരു അടുപ്പില്ലേ, അതിൻ്റെ 3 ഇരട്ടി ചൂട് ഇതിനുണ്ടാവും. പിന്നെന്താ വെച്ചാൽ പോരായ്മകളില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഓടാണ് അതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി വെയിറ്റുള്ള പാത്രങ്ങളോ കലങ്ങളോ ഒന്നും നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഭയങ്കര ഹെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി തന്നെയാണ് കേട്ടോ. അതായത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ പാത്രങ്ങളും കലവും എല്ലാം നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഒരു കുഴപ്പമുണ്ടാവില്ല. 1-2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇത് വെക്കുമ്പോൾ കറക്റ്റ് ലെവലായിട്ട് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ മണ്ണ് ഫില്ല് ചെയ്യുക. കാരണം നമ്മൾ എന്തെങ്കിലും കലോ പാത്രമോ വെക്കുന്ന സമയത്ത് ഇത് ചെറിയ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ പാടില്ല. ഇളകാതെ നല്ല സ്ട്രോങ് ആയിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് വെക്കണം. ഇങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒരു കുഴപ്പമില്ലാതെ എത്ര കാലം വേണമെങ്കിലും അത് ഇരുന്നോളും, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ ഇനി നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലെവല് ഇപ്പോഴാണ് നോക്കേണ്ടത്. മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്താണ് ലെവല് നോക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ കറക്റ്റ് പിടിച്ചിട്ട് തന്നെ മണ്ണ് ഫില്ല് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടിയൊക്കെ തളിച്ചിട്ട് ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കുകയും ചെയ്യാം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നനഞ്ഞ മണ്ണ് തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ. അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അറിയാലോ, മഴക്കാലമാണ്. അപ്പോൾ മഴ കൊള്ളാത്ത അല്ലെങ്കിൽ ഷീറ്റൊക്കെ കെട്ടിയ അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്ഥലങ്ങളിൽ, കുറച്ചൊരു ഷെയ്ഡെങ്കിലും ഉള്ള സ്ഥലത്ത് വേണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്കത് ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ അടുപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ കുറച്ച് ഓലക്കൊടി ആണ് ഞാൻ കത്തിക്കുന്നത്. തണുപ്പായതുകൊണ്ട് ഈ ഓലൊക്കെ ഒന്ന് കത്തി പിടിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊന്നും നമ്മൾ അടുപ്പിൻ്റെ പെർഫോമൻസിനെ ബാധിക്കില്ല കേട്ടോ. ഒന്ന് കത്തിപ്പിടിക്കട്ടെ ഏതായാലും. പിന്നെ ഈ ഓട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല മഴയത്ത് കിടന്നതിന് സാധനമാണ്, നല്ല തണുത്തിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരാനും കൂടി കുറച്ച് സമയമെടുക്കും. ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിരിക്കും. ഇതാ കണ്ടില്ലേ, മുകളിലേക്ക് നല്ല ഫോഴ്സിലാണ് വരുന്നത് തീ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാം, കുടിവെള്ളം. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു കലാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതായത് ആ വെള്ളം തന്നെ അതിൽ ഫുള്ളാണ്. അപ്പോൾ
അപ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. നമ്മൾ അടുപ്പ് എന്ന് പറഞ്ഞാലേ ചില്ലറക്കാരനല്ല, ആ തീ നോക്കി ഞങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ, അതിൻ്റെ ആ ഫോഴ്സ് ചുരുക്കി പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മൾ അടുപ്പ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വെക്കണേ. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചോ എന്നുള്ളതൊന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് തിളക്കുന്നുണ്ട്. ഒരു 10-12 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ പുറത്തൊക്കെ അടുപ്പ് വെച്ച് കത്തിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ വെക്കുന്ന പാത്രത്തിനൊക്കെ പെട്ടെന്ന് കരി പിടിക്കും നല്ലോണം. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു ഐഡിയ ആണ് നമ്മുടെ എന്താ പറയുക, എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മളെ ചാരം, നമ്മളെ ആഷ് ഒന്ന് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കരി പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.